പിന്നീട് പ്രശ്നം ഇപ്പൊ ഓക്കെ ആയില്ലേ? ചേച്ചി വാ നിൽക്കുന്ന മൊബൈൽ കൊടുത്താലോ? ചേട്ടാ തരാം. ആഹാ, കോഴിക്കാണോ നിങ്ങൾ തീറ്റോട്ട് കൊടുക്കുന്നത്? ആ നിൽക്ക്. ആ പോയി കോഴി കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. മജീദേ, എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്, ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഞാൻ ഫോട്ടോ എടുത്തു തരുമോ? മോനെ ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ, വാങ്ങിക്കടോ. എടോ മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്. ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പിറപ്പാട്ടോ. ഓക്കെ അതുകൊണ്ട് ഇത് ചീഞ്ഞ ക്യാബേജാണെന്ന് തോന്നല്ലേ, ഒരു വല്ലാത്തൊരു ഇത്. അതാണല്ലേ അയാടെ ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചിയുടെ ബന്ധത്തിലുള്ള ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിച്ചാലാണ് കേട്ടോ, നോക്കണേ. അതേ കോഴി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹൈ പറഞ്ഞേ. ഹൈ ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി എനിക്ക് മറു എന്റെ പേരെന്താ മനസ്സിലായി? കേക്ക് നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പോഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമായത്. എന്നതിലേക്ക് ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണത്, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ കെ.പി. മനിയേട്ടാ ഇവിടെ എത്തി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ. അയാളാണെങ്കിൽ വൺ ഡേഞ്ചറാണ്. മുത്തയ്യാത്തി മറ്റേ 4ാമത്തെ വീടല്ലേ? വളരെ 4ാമത്തെ വീടല്ലേ? ആ എത്തി ഇതേ മുറ്റത്തെത്തി. ശരി. ഒരു കാര്യം പിന്നെ എപ്പോ കത്തിക്കാനാ? ആശാനെ മിനിമം 1 മണിക്കൂറെങ്കിലും അവിടെ എത്താൻ. അവന് വെറുതെ സീസ് തുടക്കലാണ്. അതൊന്നും കുഴപ്പമില്ല. അടി തുടങ്ങിയ റെജീനെ വിളിക്കണോ? ആദ്യം ഞാനൊരു തേട്ടടിക്കട്ടെ, എന്നിട്ട് മതി. ഈ തേട്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്? എടാ, വെള്ളടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞാൽ തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല, ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. അത് പണ്ടേ പോയതാണല്ലോ. സലി മാമനൊരെണ്ണം ഒഴുക്കി. താഴെ മാറ്റോണ്ട് വന്നു. ഏയ് അല്ല, അച്ഛൻ മിലിറ്ററിയില്ല. ഞാൻ ഇതുപോലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ 2-3 ഉപ്പിയെടുത്ത് ബാഗിലിടും. നമ്പർ ഒന്ന് തന്നേക്കണം കേട്ടോ പോകുന്നതിന് മുമ്പേ. ആയിക്കോട്ടെ. ചീത്തയാക്കല്ലേ. ലൈറ്റോനെ, നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. അവിടെ എല്ലാ ലൈറ്റും നിന്റെ DJ പോലെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടോ? സാധനമുണ്ടോ? ഞാൻ സലീനെ ഏൽപ്പിച്ചേക്കാം, അവനോട് ചോദിച്ചോ. ഞാൻ ലൈറ്റോനെ കണ്ടോളാം. അച്ഛോ അച്ഛോ എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. വാ മോളെ. അകത്തേറി വാ. അടി ഫസ്റ്റ് ഫോർത്ത് സെക്കൻഡ് പൈസ അച്ഛനും നടിക്കല്ലേ. പണിക്കും പോടാ സൂത. എന്തിനാണോ ഞങ്ങളുടെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത്?
കൈ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നല്ല വർക്കത്തുള്ളതാ. വച്ചോ വച്ചോ. അടുത്ത ചീട്ടിടാറാണ് നീയല്ലേ കുത്തണം. കരണ്ട് പോയി. ഇയാള് സമയം. പന്തൽ അരിന്ന് നടത്താൻ ഇരുന്നാ മതിയായിരുന്നു. സൂസിയൊക്കെ പോയി കാണോ ഇല്ല. കൈയെടുക്കരുത് വർക്കത്താ. കരണ്ട് പോയി അപ്പ അവിടെ പോകും. കാശ് പൊത്തി പിടിച്ചോണേ. എന്താണ് ആശാനത്? വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല. വെട്ടല്ലേ ഒരു മോന്റെ മോനെ ഇവിടുത്തെ ചോറ് കയറ്റണ്ട അല്ലെ കലവറയ്ക്ക് സ്പെഷ്യൽ ലൈറ്റ് ഇട്ട് തരണ്ടേ. ഞാൻ പോണേന് അടിച്ച സാധനം ഇറങ്ങിപ്പോയി. പെട്രോളൊന്നും ഇടതില് ഇന്നലെ ഒഴിച്ചാണല്ലോ. ശരിക്കും കൂടി തുറക്ക്. ആ പെട്രോൾ ഉണ്ടാ പിന്നെന്താണ് ഹയടി. എടി മഞ്ജു എന്തേ? അവളകത്തുണ്ടല്ലോ. ഇല്ലെന്ന് ഞാൻ നോക്കിയതല്ലേ. ഇല്ലേ? ആഞ്ഞോലിക്കടാ ആഞ്ഞോലി. എന്നെ കൊണ്ട് ഇനി പറ്റില്ല. ചേട്ടൻ നോക്കിയോ? മര്യാദക്ക് വെട്ടം വന്നില്ലെങ്കിൽ ഇതും കത്തിക്കും നിന്നെ കത്തിക്കും. ഇയാളെ ഞാൻ നമ്പർ കാണാനില്ല. എടോ മനു താനെ ഇവിടെ പോയി എടുക്കാണ്. ഇവിടെ കറണ്ട് പോയി ജനറേറ്ററൊക്കെ കേടാണ്. താനിപ്പോ വരാന്ന് പറഞ്ഞിട്ട്. മോനെ ഞാൻ ടൗൺ വരെ ഒന്ന് പോടാം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇച്ചിരി ലേറ്റ് ആവും. ചിലപ്പോ നേരം വിളിക്കും. സാറേ ഈ ജാമ്യത്തിലിറക്കാൻ രണ്ടുപേരും മതിയോ? മതിയാവില്ലേ? രണ്ട് കൂട്ടുകാർ കിട്ടണം. ആ സൂസയും തപ്പി വന്ന സ്ഥലം കൊള്ളാം. ചേടാ സംഭവം റെഡിയാ? ഒറ്റയടിക്കാൻ സ്റ്റാർട്ടായി. ഞാനൊരുപാട് നേരം നോക്കി സംഭവം സെറ്റ് ആയില്ല. രാവിലെ നേരത്തെ റെഡിയാവാം. ജേട്ടാ 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കായിരുന്നു. ചേട്ടനിത് എന്താ പറ്റി? തീരുന്ന ഒരു സമാധാനമില്ല. മോളെ സാമ്പാർ സന്തോഷം. വല്ലവരും കൊണ്ടുവിടാം. വല്ലവരും കൊണ്ടുവന്നു വീട്ടിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ? വേണ്ട വേണ്ട. ഞാനേ ഇവിടെ തിരക്ക് കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്താം. ശരി ചേട്ടാ. കാത്തോരും കൂടി ഇങ്ങോട്ട് എടുത്തോ. ആ പെണ്ണിന് വലിയ താല്പര്യമൊന്നുമില്ലാന്ന്. സിംഗിളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചേട്ടാ മിലിറ്ററി 2 വകുള്ളല്ലോ. കുഴപ്പമില്ല. ചേട്ടൻ ചേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ റജിർക്ക പറഞ്ഞാൽ മതി. ശരി. ഓ നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന് അടിക്കാം. അല്ല ടച്ചിങ്സ് ഇതേ ഉള്ളൂ. ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറിയാണോ? എന്നാ എടുക്കണ്ട. ഒരാവശ്യമുണ്ട്. നമ്മുടെ ശൈലപ്പണിയില്ലേ കേളന്, പുള്ളി വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ മറന്നു. തരാം തരാം. പ്രവാസിയാന്ന് പറഞ്ഞിട്ടെന്നാ നമുക്കൊരു വെക്ക് കഴിച്ചാൽ ഇവിടെ ആരുമില്ല. ആ എല്ലാരും ഉണ്ടല്ലോ.
ചേട്ടൻ കാണി. വേണ്ട. ഞാൻ ആ ജയൻ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വരാൻ. അവനാണ് ഒട്ടും അപ്ഡേഷൻ ഇല്ല. ഞാനാണ് ന്യൂജനും ആയിപ്പോയി. ആദ്യം നാടൻ, എന്നിട്ട് ഫോറിൻ. ഞാൻ ഒഴിച്ചുതരാം. പുരുഷനല്ലേ ഒഴിച്ചോളാം. എത്ര ഒഴിച്ചതാ? നാടനും ഇതോടെ മിക്സായ വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നല്ല സാധനമാണ്. ആണോ? പക്ഷെ എനിക്ക് എന്നാന്ന് അറിയില്ല. വയറുവേദന ഉണ്ടാവും. നാളെ കല്യാണമൊക്കെ ഉണ്ടാനുള്ളതല്ലേ. ഞാനിത് അങ്ങ് എടുക്കുക. നമുക്ക് നാളെ കൂടാം. സൂസ്മനല്ല ഹെയർ. ശുഭരാത്രി. ഇനി പോയിട്ട് ഈന്തപ്പഴം കഴിക്കണം. ഞാൻ അവനോട് സംസാരിച്ചു. അവൻ്റെ വർത്തമാനം കേട്ട് എനിക്ക് നിന്നെയാണ് തല്ലാൻ തോന്നുന്നത്. എടോ, അവനവൻ്റെ ഫാമിലി സ്റ്റേറ്റസ് ഒക്കെ അവിടെ വലുത്. അവനവൻ്റെ വഴിക്ക് പോയി. നീ ഇത് വിട്ടേക്കുമ്പോളെ അഞ്ജു, നാളെ മുതൽ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവാ. നീ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയാവുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ തീരുമാനിച്ചു തന്നെ. എടോ, ഇതാണ് റിയാലിറ്റി. നീ അതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ബി പോസിറ്റീവ്. ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുക. അവക്ക് കൊടുത്തു മതി. എന്റെ മക്കളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ ചേച്ചി. എന്തോ അളിയൻ കുറെ നേരമായിട്ട് കലവറ നിൽപ്പുണ്ട്. അയാളെങ്ങനെ ചൊറിഞ്ഞാൽ അയാൾ മുളപൊടി ഒരു കണ്ണിലെറിയും. നീ പോയി അളിയനെ വിളിച്ചോണ്ട് വന്നേ. എന്റെ ഈശ്വരൻ, അങ്ങനത്തെ ഒരു കാര്യം. നിങ്ങളെല്ലാരും ഇവിടെ കഥ പറഞ്ഞോണ്ട് നിന്നോട്ടെ. പണിയോട് വാ പോ. ചേട്ടാ, ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. 9:45 ആ 2 മിനിറ്റ് കൂടെ ഉള്ളു. അവിടെ എത്തുമ്പോഴത്തേക്കിനാവും. ചേട്ടൻ വാ. കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ. അയ്യോ എടി സൂര്യേ, ഞാനിവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി? ഇല്ലല്ലേ ചേച്ചി. ചേച്ചി ഇതെവിടെ വെച്ചേ? എടി ഞാനത് അവിടെ ആടി വെച്ചത്. അയ്യോ എന്റെ ദൈവമേ, ഇനി അങ്ങാരോ ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും क्या? मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है। मेरा ब्रेड और चिकन की कसम, एक बॉम्ब होता है तो जिसी तरीके से पाकिस्तान का सीमा को तोड़ता, उसी तरीके से ये घर को और तुझे भी तोड़ता था। देशद्रोही। എന്റെ പൊന്നളിയ, ഒരു ചിക്കന്റെയും ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ? കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവണം. चुप रहो। कौन आड़ा നിന്റെ പിള്ളേരെ? मैं देश का रक्षक കേണൽ ശൈലപ്പ हूं. കഞ്ഞിയപ്പുകാരോട് സംസാരിക്കുള്ളൂ, എന്നോട് സംസാരിക്കരുത്. ഉള്ളു കപ്പട്ട.